നിങ്ങളാരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വമല്ല. പണ്ട് ഞങ്ങൾ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ വഴിയോരത്ത് ഒരു ഉപ്പാപ്പയാണ് വടിയൊക്കെ കുത്തിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വന്ന് കച്ചവടം ചെയ്യും. ആ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ നേരത്ത് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള വലിയ കുട്ടികൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ മോഷ്ടിക്കും. ഹെയർ ക്ലിപ്പ്, ഈ കളർ മാറുന്ന ഒരു തരം ലിപ് ബാം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ അത് PH എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. അതുപോലത്തെ സാധനങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മോഷ്ടിക്കും. ഞാനതിന് കൂട്ട് നിന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ആ ഉപ്പാനെ പോലെ തന്നെ ഒരു വ്യക്തിനെ ഞാൻ കണ്ടു. ആ ഉപ്പാപ്പ ഇപ്പോൾ മരിച്ചുപോയി. എനിക്കിപ്പോൾ അതിനൊരു മാപ്പ് പറയാനോ അല്ലെങ്കിൽ അവിടെ ചെന്നൊരു ക്ഷമ ചോദിക്കാനോ പറ്റില്ല. പക്ഷെ അതെൻ്റെ ഉള്ളിലിപ്പോൾ ഭയങ്കര ഒരു ഭാരം പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. ഞാനത് വളരെ ചെറുതാണ്. പക്ഷേ എൻ്റെ കൂടെയുള്ള ഇത്താത്തയ്ക്കൊക്കെ ഭയങ്കര വലുതാണ്. അവരിങ്ങനെ ചെയ്യുമ്പോഴേക്കും ഭയങ്കര രസമായിരുന്നു. അവരിങ്ങനെ എടുത്തിട്ട് ഓടുമ്പോൾ നമ്മളും ചിരിച്ച് അവരുടെ കൂടെ നിൽക്കും. അയ്യോ അവിടെ നോക്കുന്നില്ല, ആൾ നോക്കണില്ല, എടുത്തോ എന്നൊക്കെ പറയും. അന്ന് എനിക്ക് അത് ചെയ്തതിൽ വളരെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കത് ആലോചിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര സങ്കടം വന്നു.